എൻ്റെ കർത്താവ് എത്ര മനോഹരമായിട്ടാണ് ഈ പ്രപഞ്ചത്തെ സംവിധാനം ചെയ്തിരിക്കുന്നത്. റിയലി ബ്യൂട്ടിഫുൾ. ഈ ലോക ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലങ്ങൾ ഏതെന്ന് ചോദിച്ചാൽ വിയന്നയിലെ ഈ മലമുകളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഓ, എനിക്ക് ഈശോയെ ഓർമ്മ വരുന്നു. പിന്നെ എൻ്റെ ദൈവം തിരുവനന്തപുരത്ത് എനിക്കായി ഒരുക്കി തന്നിരിക്കുന്ന എൻ്റെ വീട്. ഈ കാണുന്നത് എൻ്റെ ചേട്ടനും ചേട്ടത്തിയുമാണ്. നൈസ് ജോഡി അല്ലേ? ഇവർക്കിപ്പോൾ 2 മക്കളൊക്കെയായി എറണാകുളത്താണ്. അമ്മയെ കാണണ്ടേ? ഈ സമയം എൻ്റെ ഈശോയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാകും. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ ജീവിതത്തിൽ അതിരുകളില്ലാത്ത സ്നേഹം എന്ന പാട്ട് ഒരുപാട് സ്വാധീനം ചെലുത്തിയ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ദൈവസ്നേഹത്തെക്കുറിച്ച് പ്രകീർത്തിക്കുന്ന ഒരു പാട്ട്. അതിനൊരു സംഭവമുണ്ട്. ഞങ്ങൾ കാസർഗോഡ് ജീവിത പങ്കാളിയുടെ ജോലി സംബന്ധമായി താമസിക്കുന്ന അവസരം. അവിടെ വെച്ചൊരു ദിവസം ഞാൻ രാവിലെ എഴുന്നേറ്റ് മുഖം കഴുകിക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ ചെവിയുടെ പുറകിൽ ഒരു തടിപ്പ് തോന്നി. ഞാൻ അത്ര കാര്യമാക്കിയില്ല. പക്ഷേ പല ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്കും ആ തടിപ്പ് വലുതാകാൻ തുടങ്ങി. വലിയൊരു മുഴയായിട്ടത് വരാൻ തുടങ്ങി. പിന്നീട് ഡോക്ടർമാരെയൊക്കെ കാണിച്ചപ്പോഴൊക്കെ അവർ ഒരുപാട് ടാബ്ലറ്റ്സൊക്കെ തന്നു. പക്ഷേ അതിന് കുറവില്ലായിരുന്നു. പിന്നീട് ഒരു ഡോക്ടർ എന്നോട് പറഞ്ഞു, നമുക്കിതൊന്ന് ബയോപ്സി ചെയ്ത് നോക്കാം. അതിനുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തന്നു. കമ്പ്യൂട്ടറിൽ ക്യാൻസറിൻ്റെ ആണെന്നുള്ള ഒരു നിഗമനത്തിൽ അത് പറയുകയൊക്കെ ചെയ്തു. അതിനൊരു സർജറി വേണം എന്നൊക്കെ പറഞ്ഞു. ആ അവസരത്തിൽ വളരെയധികം പേടി എന്നിലുണ്ടായി. ആ സമയത്ത് മരണത്തെക്കുറിച്ചൊന്നും ചിന്തിക്കാൻ പോലും വയ്യാത്ത ഒരവസരമായിരുന്നു. കുട്ടികളൊക്കെ വലുതായി. മൂത്ത മോൻ്റെ കല്യാണമൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പം ഞങ്ങൾ എന്താണെങ്കിലും ബയോപ്സിക്ക് തയ്യാറായി. ഒരാഴ്ചത്തെ സമയം തന്നു. ആ ഒരാഴ്ച വളരെയധികം പ്രാർത്ഥിച്ച ഒരാഴ്ചയായിരുന്നു. ആ സമയം പ്രാർത്ഥനയിൽ മാത്രം രാവും പകലും മുഴുകിയിരുന്നു. രാത്രി ഉറക്കമില്ലാതെ ഞാൻ മുഴുവൻ സമയം പ്രാർത്ഥനയിലിരുന്നു. വിശ്വാസത്തെ കൈവിട്ടില്ല. അങ്ങനെ ബയോപ്സി ചെയ്യേണ്ട ദിവസം, അതിൻ്റെ തലേ ദിവസം വന്നെത്തി. ഞാൻ സന്ധ്യയായി സിറ്റ് ഔട്ടിൽ ഇങ്ങനെ ഇരുന്നപ്പോൾ എനിക്കിങ്ങനെ തോന്നി, ദൈവസ്നേഹം എത്ര വലുതാണ്, എല്ലാറ്റിനേക്കാട്ടിലും വലിയ സ്നേഹം. അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് അതിരുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം എന്ന പാട്ട് കയറി വന്നു. ഞാനിങ്ങനെ ആലോചിച്ചു, ഈ പാട്ടൊന്ന് പാടിയാലോ. ഞാനത്
ഉറക്കെ അങ്ങ് പാടാൻ തുടങ്ങി. ആ പാട്ട് മുഴുവൻ ഞാൻ പാടിയപ്പോൾ എൻ്റെ ഹൃദയം എന്നിലില്ലായിരുന്നു എനിക്ക് തോന്നി. ആ ഹൃദയം ഈശോയ്ക്ക് കൊടുത്തുകൊണ്ടാണ് ഞാൻ ആ പാട്ട് പാടിയത്. ആ പാട്ട് പാടി കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ തല മുതൽ പാദം വരെ ഒരു വലിയ അഗ്നി ഇറങ്ങിയ പോലെ എനിക്ക് തോന്നി. വളരെയധികം ചൂട് എൻ്റെ ശരീരത്തിലൂടെ കടന്നു പോകുന്നതായിട്ട് എനിക്ക് തോന്നി. പെട്ടെന്ന് ഇതെന്താണെന്ന് മനസ്സിലായില്ല. എന്നാലും എൻ്റെ ഉള്ളിലൊരു തോന്നൽ വന്നു, ഇത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ്. ഞാൻ പെട്ടെന്ന് അകത്തേക്ക് ഓടി ബൈബിൾ എടുത്തു, പൊട്ടിച്ച് വായിച്ചപ്പോൾ കർത്താവാണ് എൻ്റെ കാവൽക്കാരൻ എന്ന ഭാഗമാണ് കിട്ടിയത്. പെട്ടെന്ന് തന്നെ ഞാനിങ്ങനെ തൊട്ടു നോക്കി ചെവിയുടെ പുറകിൽ. ആ തടിപ്പ് അവിടെ ഇല്ലായിരുന്നു. ഏകദേശം ഒരു നെല്ലിക്ക വലിപ്പത്തിലുണ്ടായിരുന്ന ആ മുഴ അവിടെ കാണാനില്ലായിരുന്നു. ഞാൻ എൻ്റെ ജീവിത പങ്കാളിയെ വിളിച്ചു. ഞാൻ പറഞ്ഞു, ഇനി ബയോപ്സിക്കൊന്നും പോകണ്ട, ഇതൊന്നും നോക്കിക്കേ, ഇവിടെ ഒന്നുമില്ല എന്ന് പറഞ്ഞു. ജീവിത പങ്കാളി നോക്കിയപ്പോൾ ഒന്നും കാണുന്നില്ല. എന്നാലും എന്നോട് പറഞ്ഞു, ഡോക്ടർ പറഞ്ഞതല്ലേ നമുക്ക് പോകാം. പിറ്റേ ദിവസം അവിടെ പോയി. എവിടെയാണ് ഈ ബയോപ്സി ചെയ്യേണ്ടതെന്ന് പോലും ഡോക്ടറിന് അറിഞ്ഞുകൂടായിരുന്നു. ഡോക്ടറിനോട് ഞാൻ പറഞ്ഞു കൊടുത്താണ് അവിടെ വട്ടം വരച്ചത്. ബയോപ്സി ചെയ്ത് കഴിഞ്ഞു. റിസൾട്ടുമായിട്ട് ഡോക്ടറിൻ്റെ അടുത്ത് വീണ്ടും ചെന്ന് ഡോക്ടർ ഒരുപാട് പരിശോധിച്ച് നോക്കി. ഡോക്ടർ പറഞ്ഞു, ഇറ്റ്സ് എ മിറക്കിൾ. ഒരു ഡോക്ടർ ഒരിക്കലും അങ്ങനെ പറയാറില്ല. ഞാൻ അതിശയിച്ചു പോയി. എന്നോട് പറഞ്ഞു, ഒന്നും കാണുന്നില്ല, ഒന്നുമില്ല, തിരിച്ച് വീട്ടിൽ പൊക്കോളാൻ പറഞ്ഞു. ഞാൻ ദൈവസ്നേഹം ഒരുപാട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നത്. ദൈവത്തിൻ്റെ സ്നേഹം എത്ര വർണ്ണിച്ചാലും മതിയാകാത്ത പാട്ടാണ് ഞാൻ പാടിയതെന്ന് ഞാൻ ഓർത്തു. ആ സംഭവത്തിലൂടെ എൻ്റെ ദൈവവിശ്വാസം വളരെയധികം വർദ്ധിക്കുകയാണ് ചെയ്തത്. ഈ ലോകത്തിലെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഈശോ നൽകിയ എൻ്റെ അമ്മ. ആൻഡ് ദിസ് ഈസ് മൈ ഡാഡ്. ഞങ്ങൾ മക്കളുടെ ഇൻസ്പിറേഷനാണ് ഈ റിട്ടയർഡ് എഞ്ചിനീയറായ മിസ്റ്റർ രാജീവ് ജേക്കബ്. ഈ ലോകത്തിലെ ഞങ്ങളുടെ ഹീറോ. എനിക്ക് സയൻസിനോടും നാനോ ടെക്നോളജിയോടുമൊക്കെ ഇഷ്ടം പകർന്നു തന്ന വലിയ മനുഷ്യൻ. എൻ്റെ കർത്താവിൻ്റെ ഒരു വലിയ ചിത്രമാണിത്. ഒരു സീക്രട്ട് ഇതിലുണ്ട്, ഞാൻ പറയട്ടെ. എൻ്റെ അമ്മ 1000 നൂലുകൾ കൊണ്ട് ഒരുക്കിയതാണ് ഈ സുന്ദര ചിത്രം. ഇനി എന്നെ കാണണ്ടേ? എൻ്റെ ഈശോയുടെ തൊട്ടു താഴെയായിട്ട് ഞാൻ നിൽപ്പുണ്ട്. ഞാൻ റോഷ് ജേക്കബ്, ഈശോയുടെ സ്വന്തം റോഷ്. ഇത് ഞങ്ങളുടെ രണ്ടാമത്തെ മകൻ റോഷ്. ജൂലൈ 10 ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കൊടുങ്കാറ്റടിച്ച ഒരു ദിവസമായിരുന്നു. ഞങ്ങളുടെ രണ്ടാമത്തെ മകൻ റോഷ് കർത്തൃസന്നിധിയിലേക്ക് തിരിച്ചെടുക്കപ്പെട്ട ദിവസം, പൂർണ്ണതയിലെത്തി കർത്താവിന് പ്രീതികരനായ അവനെ കൊണ്ടുപോയ ദിവസം. പക്ഷേ ആ കൊടുങ്കാറ്റ് ഞങ്ങളുടെ കൈകളിലെ തിരുനാളങ്ങളെ അണയ്ക്കാനായിട്ട് സാധിച്ചുള്ളൂ. ഹൃദയത്തിലെ തിരുനാളത്തിനെ അത് ആളിക്കത്തിച്ചു, പരിശുദ്ധാത്മാവിനെ ആളിക്കത്തിച്ചു. ഞങ്ങൾക്ക് 2 മക്കളാണ്. മൂത്ത മകൻ റെക്സ് ഭാര്യയും 2 കുഞ്ഞുങ്ങളുമായി എറണാകുളത്ത് സെറ്റിൽഡാണ്. റോഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ, അവൻ ബിടെക് ബിറ്റ്സ് പിലാനി ഗോവ ക്യാമ്പസിലാണ് കഴിഞ്ഞത്. അതിനുശേഷം പൂനായിൽ 3 വർഷം ജോലി ചെയ്തു. പിന്നീട് അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം സ്വിറ്റ്സർലൻഡിലെ ലുഗാനോ യൂണിവേഴ്സിറ്റിയിൽ MS ചേർന്നു. അതിനുശേഷം സ്വിറ്റ്സർലൻഡിൽ തന്നെ
പോൾ ഷെറർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ റിസർച്ച് സ്റ്റുഡൻ്റായിട്ട് ജോയിൻ ചെയ്തു. പോൾ ഷെറർ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ ലോകത്തിലെ രണ്ടാമത്തെ വലിയ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അതുപോലെ ETH യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ അത് ഐൻസ്റ്റൈൻ പഠിപ്പിക്കുകയും ചെയ്ത ഒരു യൂണിവേഴ്സിറ്റിയാണ്. അതും വിശ്വപ്രസിദ്ധമാണ്. അവിടെയാണ് റോഷന് പഠിക്കാനുണ്ടായിരുന്നത്. 3 പേപ്പർ എഴുതാനുണ്ടായിരുന്നു. അതുകൂടാതെ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് റിസർച്ച് വർക്ക് മുഴുവൻ ചെയ്തിരുന്നത്. അത് തലമുടിധാരനേക്കാളും ചെറിയ ഒരു ആറ്റത്തിൻ്റെ അകത്ത് ഒരു എക്സ്റേ മെഷീൻ വെച്ചിട്ട് അതിനകത്ത് കടന്ന് അതിനകത്തുള്ള അതിൻ്റെ ഡീറ്റെയിൽസ് കണ്ടുപിടിക്കുന്നതായിരുന്നു റിസർച്ച്. അതൊരു അമേരിക്കൻ ഫണ്ടിങ് ഏജൻസി വഴിയുള്ള ഒരു വർക്കായിരുന്നു. ആണ് റോഷ് ചെയ്തുകൊണ്ടിരുന്നത്. അത് പെട്രോളിയത്തിൻ്റെ ഒരു കാറ്റലിസ്റ്റിന് പകരമായിട്ടൊരു സാധനം കണ്ടുപിടിക്കാൻ അപ്പോൾ ചിലവ് 10-1 ചുരുങ്ങുന്ന ഒരു പ്രോജക്റ്റായിരുന്നു. അപ്പോൾ അത് വേറെയും പലരും ചെയ്യുന്നതുകൊണ്ട് എത്രയും പെട്ടെന്ന് തീർക്കുക എന്നുള്ളതായിരുന്നു. അതിനുവേണ്ടി ഇവൻ രാത്രി 8:30 വരെയും അവിടെ വർക്ക് ചെയ്യുമായിരുന്നു. അതിൻ്റെ ഏകദേശം 2 വർഷത്തെ വർക്കാവും തീർത്തായിരുന്നു. 1 വർഷത്തെ വർക്ക് തീർത്തിട്ട് പ്രൊഫസറിൻ്റെ കൊടുത്ത് പ്രൊഫസർ അതുമായിട്ട് അമേരിക്കയിൽ പോയ സമയത്താണ് ഈ ആക്സിഡൻ്റ് ഉണ്ടായത്. Hello, my name is Jeroen van Bokhoven. I'm professor at ETH in Zurich and the Paul Scherrer Institute. Okay, I'm Anna Diaz. I work at the CISAX beamline at the Swiss Light Source. This is a big accelerator that produces X-rays of very good quality for doing research. And this is the group where I work is where Ross was located during his project. Yeah, the project was very difficult to start with. Analysis of the data was very complex, and that's where the previous experience that Ross had came in very handy. He was very skilled in doing the data analysis, and so very rapidly the project took off, and well, we got very nice results relatively soon. Ross has been extremely motivated and working very hard and diligently to get the best outcome possible. And then very sad and very unexpected, he left us. It was very difficult personally. I was devastated, Anna was devastated, the whole group was devastated. Yes, it was especially hard at the beginning, of course, not the shock when we learned the news. And I think what it really helped us was to meet the Rosh's family. So it was incredible to meet Renu and Rajiv. Perhaps because of their faith, I don't know, this made them really strong. And they also made us strong just by visiting us. So this was really very nice. I don't know where Rosh is now, but if I could talk to him, I would really like to tell him that he should be very proud of the work he has done here with us, and he should also be very proud of his family. And yeah. Sure, I can only agree with that. The work that Rosh started, of course, it wasn't finished, but we continued that, and we got very, very beautiful results out of that. And we were able to publish this in an extremely good scientific journal, and really without the work, the start that Rosh had, we couldn't have done this. And I think we are very proud on being able to do that. And I think you should be very, very proud on doing that. And I think Rosh can be very proud on having started this. That's it. Yeah. And yeah, Rosh, we will never forget you. Sure, we'll think of you, and we continue the work thinking of you. എല്ലാ ദിവസവും രാത്രി 11:30 ശേഷം റോഷ് എന്നെ വിളിക്കാറുണ്ടായിരുന്നു. ആ സമയം അവന് ജോലി കഴിഞ്ഞ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയമാണ്. ബസ്സിൽ കയറും, ബസ്സിൽ നിന്ന് ഇറങ്ങി വീട്ടിലോട്ട് കയറുന്ന അത്രയും സമയം ഞാനുമായിട്ട് സംസാരിക്കുമായിരുന്നു. എല്ലാ ദിവസത്തെയും കാര്യങ്ങൾ ആ സമയം എന്നോട് പറയുമായിരുന്നു. ഒരു ദിവസം അവൻ എന്നോട് പറഞ്ഞു, അമ്മേ, ഇവിടെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എനിക്ക് ജോലി കിട്ടും. അപ്പം അമ്മയ്ക്ക് അറിയാവോ,
എനിക്ക് എത്രമാത്രം ശമ്പളം കിട്ടുമെന്ന്. ഞാൻ അതിനെക്കുറിച്ചൊന്നും ചോദിച്ചില്ല. പക്ഷെ അവൻ പറഞ്ഞു. എന്നിട്ട് അവൻ പറഞ്ഞു, അമ്മേ ഞാൻ എന്ത് ചെയ്യണം ഈ ശമ്പളം കൊണ്ട്? ഞാൻ പറഞ്ഞു, മോനെ എനിക്കതൊന്നും അറിയത്തില്ല, നീ ഇപ്പോൾ ഏതായാലും പഠിക്കുക, അത് കഴിഞ്ഞിട്ട് അതിനെക്കുറിച്ച് തീരുമാനിക്കാം. അവൻ പറഞ്ഞു, എനിക്കൊരു വലിയ ആഗ്രഹമുണ്ട്. നമ്മൾ താമസിക്കുന്ന സ്ഥലത്തൊക്കെ ഒരുപാട് ചേരി പ്രദേശങ്ങളുണ്ട്. അവിടെയുള്ള ആൾക്കാർക്കെല്ലാം എനിക്ക് ഓരോ വീട് വെച്ച് കൊടുക്കണം. എനിക്കതൊരു വലിയ ആഗ്രഹമാണ്. ഞാനത് ഓർക്കുകയായിരുന്നു. അവനൊരു ബംഗ്ലാവ് വെക്കണമെന്നോ ഒരു കാറ് വാങ്ങിക്കണമെന്നോ ഒന്നും അവൻ പറഞ്ഞില്ല. അപ്പോൾ അവൻ്റെ ഉള്ളിലെ ആ ദൈവ സാന്നിധ്യത്തെക്കുറിച്ച് ഞാൻ ഓർത്തു. ഞാൻ അവന് വേണ്ടി ഒരുപാട് പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ ഓർക്കുകയായിരുന്നു, റോഷ് 12th പഠിക്കുമ്പോൾ ഫൈനൽ എക്സാമിൻ്റെ സ്റ്റഡി ലീവിന് 3 ആഴ്ച സമയമേ ഉള്ളൂ. അവൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അമ്മേ എവിടെ തുടങ്ങണമെന്നോ എങ്ങനെ പഠിക്കണമെന്നോ എനിക്കൊരു ബോധ്യം കിട്ടുന്നില്ല, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന്. ഞാൻ പെട്ടെന്ന് അവനോട് പറഞ്ഞു, നീ പോർഷൻസ് എല്ലാം എടുത്തുകൊണ്ട് വാ, നമുക്കൊന്ന് നോക്കാമെന്ന് പറഞ്ഞു. അവൻ എല്ലാ ബുക്സ് എല്ലാം എടുത്തുകൊണ്ട് വന്നു. ഞാൻ ഓരോ ദിവസവും പഠിക്കാനുള്ള ചാപ്റ്റേഴ്സ് ടൈം അനുസരിച്ച് ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ട് പറഞ്ഞു, ഓരോ ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞിട്ടും ഒരു സ്വർഗസ്വനായ പിതാവേ, ഒരു നന്മ നിറഞ്ഞ മറിയമേ, ഒരു തൃത്വസ്തുതി ഇത് ചൊല്ലണമെന്ന് പറഞ്ഞു. ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും അവൻ ആ പ്രാർത്ഥന ചൊല്ലി സമർപ്പിച്ചു. അതുപോലെ തന്നെ 50 നോയമ്പിൻ്റെ സമയമായിരുന്നു. 50 ദിവസവും നോയമ്പെടുക്കാൻ ഞാൻ പറഞ്ഞപ്പോൾ അതേപോലെ തന്നെ അവൻ ആ നോയമ്പെടുത്തു. അവസാനം പരീക്ഷ എഴുതി റിസൾട്ട് വന്നപ്പോൾ അവൻ സ്കൂളിലെ ഫസ്റ്റ് റാങ്ക് കിട്ടി. അവന് തന്നെ ഭയങ്കര അതിശയമായിരുന്നു, എനിക്ക് എങ്ങനെ കിട്ടിയെന്ന്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമായിരുന്നു. പ്രതീക്ഷിക്കാത്ത കാര്യം അവന് ദൈവം കൊണ്ട് കൊടുത്തതെന്ന് അവന് പൂർണ്ണമായ ബോധ്യമുണ്ടായി. അങ്ങനെ ഒരു വലിയ ഒരു ഡീപ്പായ ഒരു ദൈവവിശ്വാസത്തിലോട്ട് അവനെ അത് നയിച്ചു. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഞാൻ വർഗീസ് ജോർജ്, തിരുവനന്തപുരം സെൻറ്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇംഗ്ലീഷ് വിഭാഗം അധ്യാപകൻ. ഒരു അധ്യാപകൻ എന്ന നിലയിൽ അഭിമാനിക്കാൻ വക നൽകുന്ന ഒരു കാലഘട്ടമായിരുന്നു റോഷ് സെൻറ്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിച്ച കാലം. സെൻറ്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 2002-2004 കാലഘട്ടത്തിൽ ഹയർ സെക്കൻഡറി വിഭാഗം വിദ്യാർത്ഥിയായി പഠനം തുടർന്ന റോഷ് എൻ്റെയും മറ്റ് അധ്യാപകരുടെയും ഓർമ്മയിൽ ഇന്നും പച്ചപിടിച്ച് നിൽക്കുന്നു. പക്വതയാർന്ന പെരുമാറ്റം, മികവാർന്ന സംസാര ശൈലി, പഠനത്തോടുള്ള ആഭിമുഖ്യം ഇവയൊക്കെ മറ്റ് വിദ്യാർത്ഥികളിൽ നിന്നും റോഷിനെ വ്യത്യസ്തനാക്കി. 2004 മാർച്ചിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഏറ്റവും ഉയർന്ന മാർക്ക് നേടി സ്കൂളിൽ നിന്നും പാസ്സായ വിദ്യാർത്ഥി എന്ന നിലയിൽ അദ്ദേഹം മികവ് പുലർത്തിയതോടൊപ്പം തന്നെ ഇംഗ്ലീഷ് അധ്യാപകനായ എനിക്ക് അഭിമാനിക്കാൻ ഏറെ വക നൽകുന്നതായിരുന്നു ആ വർഷത്തെ വിജയം. സ്കൂളിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി 100-ൽ 100 മാർക്കും നേടിയ വിദ്യാർത്ഥി റോഷായി മാറിയത് ഏറെ അഭിമാനത്തിന് വക നൽകി. മാസാദ്യ വെള്ളിയാഴ്ചകളിൽ ഒരു കത്തോലിക്ക സ്ഥാപനമായതുകൊണ്ട് അർപ്പിക്കപ്പെടുന്ന ദിവ്യബലികളിൽ വളരെ തീക്ഷ്ണമായി വിശ്വാസത്തോടുകൂടി പങ്കെടുക്കുന്ന റോഷിൽ ദൈവികമായ താല്പര്യം, ആത്മീയമായ ഒരു ഉണർവ് നമുക്ക് ദർശിക്കാൻ സാധിക്കുമായിരുന്നു. ഇത് ഒരു പക്ഷേ ക്ലാസ്സിലെ മറ്റു കുട്ടികളെ കൂടി ആകർഷിക്കത്തക്ക രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ ദേവാലയത്തോടും ദൈവിക കാര്യങ്ങളോടുമുള്ള ആഭിമുഖ്യം. സ്കൂൾ തലത്തിൽ നിന്നും പഠനം പൂർത്തിയാക്കിയ റോഷ് തുടർന്ന് എൻജിനീയറിംഗ് പാസ്സായതും തുടർന്ന് PGയും റിസർച്ച് സ്കോളർ എന്ന നിലയിലും മികച്ച നിലവാരം പുലർത്തിയതും ദൈവം തന്നെ ഫലമേൽപ്പിച്ച താലന്ത് 100% വിശ്വസ്തയോടുകൂടി കൈകാര്യം ചെയ്ത ഒരു വിശ്വസ്തനായ ഭൃത്യനെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. അധ്യാപകരായ ഞങ്ങളോട് പഠന കാലഘട്ടത്തിലും തുടർന്നും കാണിച്ചിട്ടുള്ള അടുപ്പവും സ്നേഹവും വാത്സല്യവും ഇന്നും അധ്യാപകരുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു. സുഭാഷിതങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ ദൈവഭക്തിയാണ് ജ്ഞാനത്തിൻ്റെ ഉറവിടം, പരിശുദ്ധനായവനെ അറിയുന്നതാണ് അറിവ്. ദൈവത്തെ അറിഞ്ഞും സ്നേഹിച്ചും ജീവിച്ച റോഷിനെ ദൈവം സ്വർഗീയ സമ്മാനം നൽകുന്നതിനായി വിളിച്ചിരിക്കുന്നു എന്ന് നമുക്ക് വിശ്വസിക്കാം. ഞാൻ അനുപമ,
ഞാനും റോഷും കോളേജിൽ സഹപാഠികളായിരുന്നു. ഞാനിപ്പോൾ തൃശ്ശൂർ ജില്ലാ കളക്ടറായിട്ട് ജോലി ചെയ്യുകയാണ്. ഞങ്ങൾ രണ്ടുപേരും 2004 മുതൽ 2008 വരെ ഗോവയിലെ ബിറ്റ്സ് പിലാനി ഗോവ ക്യാമ്പസിൽ ഒരുമിച്ച് എഞ്ചിനീയറിങ്ങിന് പഠിച്ചിരുന്നു. 15 മലയാളികളായിരുന്നു ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്നത്. എല്ലാവരും ശരിക്കും ഒരു കുടുംബം പോലെ തന്നെ കഴിഞ്ഞിരുന്നു. ആ കൂട്ടത്തിൽ ഒരാൾ നഷ്ടപ്പെട്ടതിൻ്റെ വിഷമം ഞങ്ങൾക്ക് ഇപ്പോഴും മാറിയിട്ടില്ല എന്ന് തന്നെ പറയാം. ഞങ്ങളെല്ലാവരും വളരെയധികം റോഷനെ മിസ് ചെയ്യുന്നുണ്ട്. റോഷയെ പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഏറ്റവും പോസിറ്റീവായിട്ട് ഔട്ട്ലുക്ക് ഉള്ള ഒരാളായിരുന്നു റോഷ്. അതോടൊപ്പം തന്നെ കുടുംബമായിട്ട് വളരെ നല്ലൊരു ബന്ധം പുലർത്തിയിരുന്ന ഒരാൾ കൂടിയായിരുന്നു. ഞങ്ങൾ പല കാര്യത്തിലും അതെ സംസാരിക്കുന്ന സമയത്തൊക്കെ അത് കുടുംബത്തെ പറ്റിയിട്ടൊക്കെ ഒരുപാട് കാര്യങ്ങളും അതുപോലെ തന്നെ ഭാവിയെ പറ്റിയിട്ട് ഒരുപാട് സ്വപ്നങ്ങളും റോഷ് ഞങ്ങളുടെ അടുത്ത് പങ്കുവയ്ക്കുമായിരുന്നു. ശരിക്കും ഞങ്ങളൊക്കെ ആലോചിക്കുന്നത് ഒരു വലിയൊരു റിസർച്ചറൊക്കെ ആയിട്ട് മാറേണ്ട ഒരാളായിരുന്നു. അവനെ നഷ്ടപ്പെട്ടത് ഞങ്ങൾക്ക് മാത്രമല്ല സമൂഹത്തിന് മുഴുവനാണെന്നാണ് തോന്നുന്നത്. അവൻ സ്വിറ്റ്സർലൻഡിൽ പോയപ്പോഴും ഞാൻ എപ്പോഴും ഫോൺ ചെയ്യുമ്പോൾ പറയുന്ന കാര്യങ്ങൾ ഇത് തന്നെയായിരുന്നു. പ്രാർത്ഥനയുടെ കാര്യങ്ങൾ, പേഴ്സണൽ പ്രെയറും ബൈബിൾ റീഡിങ്ങും ഒക്കെ വേണമെന്നുള്ളത് എപ്പോഴും ഓർപ്പിക്കുമായിരുന്നു. ഒരു ദിവസം ഞാനിങ്ങനെ ബൈബിൾ വായിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, അമ്മേ, ദൈവം എനിക്ക് അമ്മയെ തന്നിരിക്കുന്നത് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനല്ലേ, അപ്പം അമ്മ അത് ഏറ്റെടുത്തോ എന്ന് പറഞ്ഞു. എന്നാലും അവൻ എന്നും ബൈബിൾ വായിക്കുമായിരുന്നു. പിറ്റേ ദിവസം അവൻ എന്നെ വിളിച്ച് പറഞ്ഞു, അമ്മേ, ഇന്നലെ ഞാൻ ബൈബിൾ വായിച്ചപ്പോൾ എനിക്ക് കിട്ടിയ വേദഭാഗം യെശയ്യാ 35, അമ്മ അതൊന്ന് വായിച്ചു നോക്ക്, ഐശ്വര്യപൂർണ്ണമായ ഭാവി എന്നാണ് എൻ്റെ ഹെഡിങ്. എനിക്കിനി ഒന്നും പേടിക്കാനില്ല അമ്മേ. എനിക്ക് എന്തൊരു സന്തോഷം അത് വായിച്ചപ്പോൾ. പക്ഷേ പിന്നീട് ഞാനത് വായിച്ചു നോക്കിയപ്പോൾ ആ ഭാഗത്തിൻ്റെ 8, 9, 10 വചനങ്ങൾ സ്വർഗത്തെക്കുറിച്ച് മാത്രമുള്ള കാര്യങ്ങളായിരുന്നു. സ്വർഗം എന്താണെന്ന് പറഞ്ഞറിയിക്കുന്ന ഭാഗമായിരുന്നു അത്. ജൂലൈ 4 ഒരു ഞായറാഴ്ചയായിരുന്നു. അന്ന് ഞങ്ങൾ പതിവില്ലാതെ പള്ളിയിൽ പോയി റോഷന് വേണ്ടി ഒത്തിരി പ്രാർത്ഥിച്ചു. ഞാൻ എന്തിനാണെന്ന് എനിക്കറിയില്ല, കണ്ണുനീരോടെ അവനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം ജൂലൈ 5 അന്ന് വൈകുന്നേരമാണ് റോഷ് കോമായിലാണെന്നുള്ള മെസ്സേജ് എൻ്റെ ഫോണിൽ വരാൻ തുടങ്ങിയത്. എനിക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു. ഞാനത് പിന്നെയും എൻ്റെ ജീവിത പങ്കാളിയോട് ഇത് പറഞ്ഞപ്പോൾ അത് വെറുതെ ഒരു തോന്നലായിരിക്കും, ആരെങ്കിലും ഇങ്ങനെ തെറ്റായിട്ട് ഇട്ടതായിരിക്കും എന്നൊക്കെ പറഞ്ഞു. പക്ഷേ കുറേ നേരം കഴിഞ്ഞപ്പോൾ വീണ്ടും ഫോണിൽ ഇങ്ങനെ റോഷ് ക്രിട്ടിക്കൽ സ്റ്റേജാണ്, കോമായിലാണ്, ഇന്ന ഹോസ്പിറ്റലിലാണ് എന്നൊക്കെ പറഞ്ഞ് വീണ്ടും മെസ്സേജ് വന്നു. പിന്നീട് അവിടുത്തെ ഡോക്ടേഴ്സ് ഇങ്ങനെ വിളിച്ചു, ഞങ്ങളെ നേരിട്ട് വിളിച്ചിട്ട് പറഞ്ഞു കോമായിലാണെന്ന്. എന്താ സംഗതി എന്നൊന്നും ഞങ്ങൾക്ക് പിടികിട്ടുന്നില്ലായിരുന്നു. പിന്നെ പെട്ടെന്ന് ഞങ്ങൾക്ക് പോകാനുള്ള ഒരുക്കങ്ങൾ തയ്യാറാക്കി. അപ്പം റോഷിൻ്റെ ക്ലോസ് ഫ്രണ്ട് ബാച്ച്മേറ്റുമൊക്കെ ആയ അനുപമ IAS ഇവിടെ ജോയിൻ ചെയ്ത സമയമായിരുന്നു തിരുവനന്തപുരത്ത്. അനുപമ ഞങ്ങൾക്ക് പോകാനുള്ള കാര്യങ്ങളെല്ലാം പെട്ടെന്ന് റെഡിയാക്കി തന്നു. പെട്ടെന്ന് ഞങ്ങൾക്ക് അവിടെ പോകാൻ പറ്റി. ഞങ്ങൾ ചെന്നപ്പോൾ അവൻ വെൻറ്റിലേറ്ററിലായിരുന്നു. അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് അവൻ്റെ പേപ്പർ പ്രസൻറ്റേഷന് വേണ്ടി എല്ലാം തയ്യാറാക്കി അവൻ്റെ പ്രൊഫസറിൻ്റെ കയ്യിൽ കൊടുത്തയച്ചു. മേരിലാൻഡിൽ അത് പ്രസൻറ്റ് ചെയ്യണമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി അവൻ്റെ കൊളീഗ്സുമായിട്ട് അവന് അവിടുന്ന് 110 കിലോമീറ്റർ ദൂരെയുള്ള ഒരു ലേക്ക് പോയതാണ്. ഈ കൂട്ടുകാർ ഇവനും കൂടെ ട്രെയിനിലാണ് പോയത്. ട്രെയിനിൽ നിന്ന് ഇറങ്ങി പിന്നീട് ബസ്സിന് പോകേണ്ടതായിട്ട് വന്നു. ബാക്കിയുള്ള കൂട്ടുകാരെല്ലാം അവർക്ക് സൈക്കിളുണ്ടായിരുന്നു. അവർ ട്രെയിനിൽ നിന്ന് ഇറങ്ങിയിട്ട് സൈക്കിളേ വന്നു. റോഷ് മാത്രം ബസ്സിൽ പെട്ടെന്ന് അവിടെ എത്തിയപ്പോൾ പിന്നീടുള്ള കാര്യങ്ങൾ അവന് വെള്ളത്തിലിറങ്ങി അവിടെ മഞ്ഞുരുകിയ വെള്ളമായിരുന്നു ആ ലേക്കിൽ. 2 വശത്തും മഞ്ഞ് മലകളാണ്. അതിന് ഒരു പ്രത്യേക കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനുണ്ടായിരുന്നു. നമ്മുടെ ബോഡി ടെമ്പറേച്ചറുമായിട്ടൊക്കെ കീപ്പ് ചെയ്യണമെങ്കിൽ അരമണിക്കൂർ വെള്ളം കോരി ഒഴിച്ച് തണുപ്പിച്ചതിന് ശേഷമൊക്കെ വേണം. പുറത്ത് നല്ല ചൂടുമായിരുന്നു. ഇതൊന്നും അറിയാതെയാണ് അവൻ വെള്ളത്തിലിറങ്ങിയപ്പോഴാണ് പിന്നെ ഡോക്ടേഴ്സ് പറഞ്ഞ കാര്യങ്ങളാണ് ഇങ്ങനെ അവിടെ സംഭവിക്കാറുണ്ടെന്ന്. ഹാർട്ട് നിന്ന് പോകും, മസിൽ ക്രാംസ് വരും. റോഷന് നന്നായിട്ട് നീന്താൻ അറിയാമായിരുന്നു. പക്ഷേ മഞ്ഞുരുകിയ തണുത്ത വെള്ളത്തിൽ അവനത് ബുദ്ധിമുട്ടായി കാണും. പിന്നീട് ഹെൽപ്പ് മീ എന്നൊക്കെ അവൻ പറയുന്നുണ്ടായിരുന്നെന്നാണ് പറഞ്ഞത്. അങ്ങനെ ആരൊക്കെയോ ചേർന്ന്
കരയിൽ കൊണ്ടുവന്നു. അന്നേരത്തേക്ക് പിന്നെ ബോധമില്ലായിരുന്നു. പിന്നെ എയർ ആംബുലൻസ് വന്നു. 20 മിനിറ്റിനകം അവിടുത്തെ ഏറ്റവും നല്ല ഹോസ്പിറ്റലിൽ, യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിൽ അവനെ അഡ്മിറ്റ് ചെയ്തു. ഇതൊക്കെ ഞങ്ങൾ അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത്. പിന്നീട് പക്ഷേ അവൻ കോമയിലായിരുന്നു. 5 ദിവസം കോമയിലായിരുന്നു. ഞങ്ങൾ 3-ാമത്തെ ദിവസമാണ് ചെന്നത്. പിന്നീട് പക്ഷെ ഞങ്ങൾക്ക് ആ സമയത്തൊക്കെ അവൻ ഉറങ്ങിക്കിടക്കുന്ന പോലെ അങ്ങനെയാണ് തോന്നിയത്. അങ്ങനെ ഒരു പ്രത്യേകിച്ചൊരു വിഷമമായിട്ട് തോന്നിയില്ല. ഒരു വിശുദ്ധനെ പോലെ വെള്ള വസ്ത്രമൊക്കെ ഇട്ട് ഹോസ്പിറ്റലിലും കിടന്നപ്പോൾ ഉറങ്ങിക്കിടക്കുന്ന ഒരു പ്രതീതിയാണ് ഞങ്ങൾക്ക് തോന്നിയത്. ഞങ്ങൾ രണ്ടുപേരും ഇവിടെ നിന്ന് സ്വിറ്റ്സർലൻഡിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് പാസ്പോർട്ടൊക്കെ എടുത്ത് വെക്കുന്ന സമയത്ത് എൻ്റെ ഹസ്ബൻഡ് സ്വർഗസ്വനായ പിതാവെ ചൊല്ലി. ആ ചൊല്ലുന്ന സമയത്ത് ഒരു ദർശനം പോലെ കണ്ടു. റോഷ് ഇങ്ങനെ കിടക്കുന്നു. റോഷിൻ്റെ ചുറ്റിലും ഒരു ഓറ പോലെ വലിയ പ്രകാശം ഉണ്ടായതായിട്ട് കാണുന്നു. അതിന് അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് മാലാഖമാർ നിഴല് പോലെ ഇരിക്കുന്നതായിട്ട് കാണുന്നുണ്ടായിരുന്നു. അത് അദ്ദേഹത്തിനെ ഒരുപാട് ബലപ്പെടുത്തി. അപ്പോൾ ആ ഒരു ബലപ്പെടുത്തൽ അദ്ദേഹത്തിന് ഉണ്ടായതുകൊണ്ട് യാത്രയിൽ വലിയ ബുദ്ധിമുട്ട് വരാതെ ഞങ്ങൾ അങ്ങെത്തി. പക്ഷേ എനിക്ക് ഫീൽ ചെയ്തത് ഒരു സ്വർഗീയതയായിരുന്നു. സ്വർഗത്തിലോട്ടുള്ള യാത്രയായിരിക്കാം, ഇനി അവനെ ഈ ഭൂമിയിൽ കിട്ടുമോ എന്നൊക്കെ ഒരു തോന്നൽ എനിക്ക് വന്നു. അവിടെ ചെന്നപ്പോൾ പക്ഷെ ഞങ്ങൾക്ക് ഭയങ്കര ദൈവിക ശക്തി ഞങ്ങളിലുണ്ടായിരുന്നു. എന്നെ അവിടെ ഒരു കപ്പിള് ഒരു ഹോളി ട്രിനിറ്റി പള്ളിയിൽ കൊണ്ടുപോയി. അവിടെ ചെന്ന് ഞാനിങ്ങനെ താങ്ങാൻ വയ്യാത്ത ദുഃഖമായിട്ടിരുന്നപ്പോൾ ഞാനും ഒരു ദർശനം കാണുകയാണ്. ആ മധുബായിലുള്ള പിതാവ് ഇറങ്ങി വന്ന് റോഷിനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നതായിട്ടൊരു ദർശനം പോലെ എനിക്ക് തോന്നി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നീട് എനിക്ക് ഒട്ടും ദുഃഖമില്ലാതായി. ഞാൻ തീർച്ചയായിട്ടും വിചാരിക്കുന്നു റോഷ് തീർച്ചയായിട്ടും പിതാവിൻ്റെ പക്കൽ തന്നെയാണ്. റോഷ് കോമയിൽ കിടന്ന ദിവസങ്ങളിലെല്ലാം റോഷിന് ഒരുപാട് പ്രാർത്ഥനകൾ കിട്ടുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്ക് മെസ്സേജ് അയക്കുമായിരുന്നു. ഒരുപാട് പേര് ഓരോ പള്ളികളിലും കുർബാന ചൊല്ലിപ്പിക്കുന്നു, ഞങ്ങളവിടെ പോയിരുന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഇവിടുത്തെ പള്ളിയിലെല്ലാം അവന് വേണ്ടി പ്രാർത്ഥന നടത്തുന്നു. കൽക്കട്ടയിലെ മദർ തെരേസ ആ പള്ളികളിലും ഒക്കെ ഒരുപാട് പ്രാർത്ഥനകൾ അവന് കിട്ടി. പിന്നെ ഒത്തിരി പേര് ICU വന്ന് കർണക്കുന്ത് ചൊല്ലാനും അതുപോലെ ജപമാല ചൊല്ലാനും ഒക്കെ കൂടിയിരുന്നു. അവിടെ യാതൊരു റെസ്ട്രിക്ഷൻസും ഇല്ലായിരുന്നു. മലയാളികൾ ഒത്തിരി പേര് വന്ന് പ്രാർത്ഥന നടത്തിയിരുന്നു റോഷിൻ്റെ അടുത്ത് തന്നെ. അത് ഞങ്ങൾക്കൊരു വലിയ ബലമായിരുന്നു. അതുപോലെ തന്നെ 2 പ്രാവശ്യം രോഗീലേപനം കൊടുക്കാനായിട്ട് അച്ഛന്മാരെ വന്നു. ഒന്നൊരു മലയാളി അച്ഛനായിരുന്നു. അന്ന് ഞാൻ അദ്ദേഹത്തെ കണ്ടില്ല. 2ാമത്തെ പ്രാവശ്യം വന്നത് ഒരു ഇറ്റാലിയൻ അച്ഛനായിരുന്നു. എനിക്ക് ഭാഷയൊന്നും അറിയത്തില്ലായിരുന്നു. അച്ഛനെ കണ്ട ഉടനെ ഞാൻ കൈകൂപ്പി പറഞ്ഞു, അച്ഛാ, ലാസറിനെ ഉയർപ്പിച്ചതുപോലെ റോഷിനെ ഒന്ന് ഉയർപ്പിക്കാനായിട്ട് ഈശോയോട് പറയച്ച എന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഞാൻ ഇന്ന് മുഴുവനും രാത്രി ഇരുന്ന് ഞാൻ റോഷിന് വേണ്ടി പ്രാർത്ഥിച്ചോളാം, നാളത്തെ കുർബാന ഞാൻ റോഷിന് വേണ്ടി സമർപ്പിച്ചോളാം എന്ന് പറഞ്ഞു. അങ്ങനെ രോഗീലേപനം കൊടുത്തിട്ട് അച്ഛൻ പോയി. അച്ഛൻ്റെ കണ്ണ് നിറയുന്നുണ്ടായിരുന്നു. അവൻ്റെ ഇൻറ്റേർണൽ ഓർഗൻസ് എല്ലാം ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. 5ാമത്തെ ദിവസം വെൻറ്റിലേറ്ററിൽ നിന്ന് മാറ്റുമെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞായിരുന്നു. അതിന് പ്രകാരം ഞങ്ങൾ പ്രാർത്ഥനയോടുകൂടി തന്നെ ഇരുന്നു. ആ വെൻറ്റിലേറ്ററിൽ നിന്ന് മാറ്റുന്ന സമയം എനിക്ക് കൂടെ നിൽക്കാൻ തോന്നിയില്ല. ഞാൻ മറ്റൊരു മുറിയിൽ പോയിരുന്ന് എൻ്റെ സിസ്റ്റർ അമേരിക്കയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ 2 പേരും കൂടെ വിശ്വാസ പ്രമാണം ചൊല്ലി അത് കഴിഞ്ഞ് വെൻറ്റിലേറ്ററിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞ് ഞാനവിടെ ചെന്നപ്പോഴും എനിക്ക് അവൻ ഉറങ്ങിക്കിടക്കുന്ന പോലെ തോന്നിയുള്ളൂ. ഞാൻ റോഷിൻ്റെ അടുത്ത് നിന്ന് വിശ്വാസ പ്രമാണം ചൊല്ലണമെന്ന് എനിക്ക് തോന്നി. പക്ഷേ എൻ്റെ ഉള്ളിലെ ആത്മാവ് അതിന് സമ്മതിക്കാത്ത പോലെ എനിക്ക് തോന്നി. എന്താണെന്നറിയില്ല. എൻ്റെ ഉള്ളിൽ കേൾക്കുകയാണ്, അമ്മേ ഞാനിവിടെ ഇല്ല, ഞാൻ എവിടെയാണെന്ന് അമ്മയ്ക്ക് അറിയാവോ? അമ്മേ, ഇങ്ങോട്ട് നോക്ക്, ഞാൻ ഇവിടെയുണ്ട്, എൻ്റെ ഈശോയുടെ കൂടെ ഈ തണലിൽ. ആ സമയത്താണ് ഒരു ഡോക്ടർ എൻ്റെ മുമ്പിൽ മുട്ടുകുത്തി വന്ന് കൈകൂപ്പി നിന്ന് സോറി മാം എന്ന് പറഞ്ഞു. ഞാൻ അതിശയിച്ച് പോയി, ഇതെന്താ ഈ ഡോക്ടർ ഇങ്ങനെ പറയുന്നത്? അപ്പം മലയാളികൾ എനിക്ക് വിവർത്തനം ചെയ്തു തന്നു. അത് വെൻറ്റിലേറ്റർ മാറ്റിയ ഡോക്ടറാണ്. ഡോക്ടറിന് ഒത്തിരി സങ്കടമുണ്ട് അങ്ങനെ ചെയ്തതിൽ, അത് പറയുകയാണെന്ന് പറഞ്ഞു. ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടർ ഒന്നും കൊണ്ട് വിഷമിക്കേണ്ട,
നമ്മുടെ കയ്യിലൊന്നും അല്ലല്ലോ ഈ കാര്യം, ദൈവമല്ലേ കൊണ്ടുപോയത്, ദൈവത്തിന് കൊടുത്തേക്കാം എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടറിന് ഒത്തിരി സന്തോഷമായിട്ട് ഡോക്ടർ തിരിച്ചുപോയി. റോഷനെ പിന്നീട് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചു. ആ സമയത്തൊക്കെ എനിക്ക് നല്ല ഒരു ആത്മബലം ഉണ്ടായിരുന്നു. ഞാൻ സിസ്റ്റേഴ്സിൻ്റെ കൂടെ ഇരുന്നു കരുണക്കൊന്ത് ചൊല്ലി, ജപമാല ചൊല്ലി. ഞാൻ സിസ്റ്റേഴ്സിനോട് പറയായിരുന്നു, കരുണക്കൊന്ത് നിർത്തല്ലേ, ജപമാല നിർത്തല്ലേ. അങ്ങനെ കണ്ടിന്യൂസ് ഞാനും ചൊല്ലിക്കൊണ്ടിരുന്നു. അങ്ങനെ അവൻ്റെ അടക്കമൊക്കെ കഴിഞ്ഞു. തിരിച്ച് വീട്ടിൽ വന്ന് ഞാൻ സുഖമായിട്ട് ഉറങ്ങി. എനിക്കെന്തോ റോഷ് സ്വർഗത്തിലാണെന്നുള്ളൊരു നല്ല ബോധ്യം എനിക്കുണ്ടായിരുന്നു. അവനെങ്ങും പോയിട്ടില്ല, അവൻ ഈശോയുടെ അടുക്കലുണ്ട്, വിശുദ്ധ സ്വർഗത്തിൽ അവനുണ്ട് എന്നുള്ളൊരു വലിയ ബോധ്യമായിരുന്നു എനിക്ക് കിട്ടുന്നത്. അന്ന് രാത്രി തന്നെ ഞാൻ എഴുന്നേറ്റ്, അപ്പോഴൊക്കെ എനിക്കൊരു സ്വല്പം വിഷമം തോന്നി. പിന്നെ ഞാൻ എഴുന്നേറ്റ് കൈവിരിച്ച് പ്രാർത്ഥിച്ചു, കർത്താവേ, എന്നിലൂടെ ഒരു പദ്ധതി നിറവേറ്റാനല്ലാതെ എൻ്റെ കുഞ്ഞിനെ ഇപ്പോൾ കൊണ്ടുപോകാനായിട്ട് കർത്താവിന് സാധിക്കുകയില്ല. ആ പദ്ധതി എനിക്ക് കാണിച്ചതാ എന്ന് ഞാൻ ഉറക്കെ പ്രാർത്ഥിച്ചു. ആരൊക്കെ വീട്ടിലുണ്ടെന്നൊന്നും ഞാൻ നോക്കിയില്ല. അന്നേരം എൻ്റെ ബ്രദർ ഒരു ബൈബിൾ എൻ്റെ കൈ കൊണ്ട് തന്നു. ഞാനത് പൊട്ടിച്ച് വായിച്ചപ്പോൾ എനിക്ക് കിട്ടിയ വചനം 1 Corinthians 2:2 അതിപ്രകാരമായിരുന്നു: നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോൾ യേശുക്രിസ്തുവിനെക്കുറിച്ചല്ലാതെ, ക്രൂശിതനായവനെക്കുറിച്ചല്ലാതെ മറ്റൊന്നും അറിയേണ്ടതില്ല എന്ന് ഞാൻ തീരുമാനിച്ചു. ആ വചനം എൻ്റെ ഉള്ളിൽ മാംസം ധരിച്ചു. ഞാൻ പറഞ്ഞു, എനിക്കിനിയും ഈ ലോകത്തെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യവും എനിക്ക് വേണ്ട. ഞാൻ എൻ്റെ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കും, ദൈവത്തിന് വേണ്ടി ജീവിക്കും. സ്നേഹമെന്ന വാക്കിനർത്ഥം ഭൂമിയിൽ ജീവിതം കൊണ്ടങ്ങു പൂർത്തിയാക്കുമ്പോൾ സ്നേഹം സഹനമാണെന്നു ഞാൻ അറിയുന്നു. സ്നേഹം മരണമാണെന്നു ഞാൻ കാണുന്നു. പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം എനിക്ക് ബൈബിൾ വായിക്കാൻ ഭയങ്കര തീക്ഷ്ണതയായിരുന്നു. ബൈബിളിലെ ഓരോ വചനങ്ങളും ആർത്തിയോടെയാണ് ഞാൻ വായിച്ചുകൊണ്ടിരുന്നത്. ആ വചനങ്ങൾ തരുന്ന ആശ്വാസം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരുന്നു. അങ്ങനെ 52ാമത്തെ ദിവസം ആയപ്പോഴത്തേക്ക് എനിക്ക് തോന്നി, എനിക്ക് റോഷിനെ ഒന്ന് കാണണമെന്നൊക്കെ തോന്നി. റോഷ് എവിടെ ആയിരിക്കും എന്നൊക്കെ ഞാനിങ്ങനെ ആലോചിച്ചു. ഞാൻ ഓർത്തു, മാലാഖമാരെ വിളിച്ചൊന്ന് പ്രാർത്ഥിക്കാം. അങ്ങനെ ഞാൻ മുഖ്യ മാലാഖമാരെ എല്ലാം വിളിച്ചൊന്ന് പ്രാർത്ഥിച്ചു. എൻ്റെ മാലാഖമാരെ, എനിക്ക് റോഷിനെ ഒന്ന് കാണിച്ചു തരുമോ? അന്ന് ഞാൻ ഒരു വെളുപ്പിനെ 4:30 വരെ കരഞ്ഞു പ്രാർത്ഥിച്ചു, എൻ്റെ കുഞ്ഞിനെ ഒന്ന് കാണിച്ചു തരുമോ? 4:30 കഴിഞ്ഞ് ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു സ്വപ്നം കാണുന്നത്, ഞങ്ങളിങ്ങനെ റോഡിനരികെ ഇങ്ങനെ എന്തോ പ്രതീക്ഷിച്ച് നിൽക്കുകയാണ്. ആ സമയത്ത് ആകാശത്ത് നിന്ന് ഒരു വെള്ള തേര് ഇറങ്ങി താഴോട്ട് വരുന്നു. താഴെ വന്ന് നോക്കിയപ്പോൾ ആ തേരിൻ്റെ അകത്ത് റോഷ് വളരെ തേജസ്സോടുകൂടി ഇരിക്കുന്നു. അതിൻ്റെ തൊട്ടടുത്ത് ഒരു സ്ത്രീ ഇരിപ്പുണ്ട്. ആരാണെന്നൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. അത് നല്ല സുന്ദരിയായ ഒരു സ്ത്രീ, എനിക്കത് വിവരിക്കാൻ പോലും അറിയത്തില്ല. വെള്ള വസ്ത്രധാരിയായിട്ട്, 2 പേരും വെള്ള വസ്ത്രമാണ് ധരിച്ചിരുന്നത്. ആ തേര് കുറച്ച് മുമ്പോട്ട് മാറി നിന്നിട്ട് ആ തേര് അവിടെ നിന്നു. റോഷ് ആ തേരിൽ നിന്ന് വളരെ തേജസ്സോടുകൂടി, ഒരിക്കലും കാണാത്ത, ഭൂമിയിലില്ലാത്ത ഒരു വെള്ള നിറത്തിലുള്ള വസ്ത്രമായിരുന്നു അവൻ ധരിച്ചിരുന്നത്. ഞങ്ങളുടെ അടുത്തേക്ക് വന്ന് ഞങ്ങൾക്ക് 2 പേർക്കും മുഖത്തോട്ട് ഉമ്മ തന്നിട്ട് ചിരിച്ചുകൊണ്ട് തിരിച്ച് പോയി. ആ തേര് പിന്നെ പൊങ്ങിപ്പോകുന്നതായിട്ട് കണ്ടു. പിന്നീട് എനിക്ക് മനസ്സിലായി, ഞാനിതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് ഒരച്ഛൻ എനിക്ക് പറഞ്ഞു തന്നു, അത് മാതാവായിരുന്നു. എൻ്റെ വിശ്വാസം ഒത്തിരി കൂടി. തീർച്ചയായിട്ടും അവൻ സ്വർഗത്തിൽ തന്നെയാണെന്ന് ഒരു ബോധ്യം വരികയായിരുന്നു അതിൽ നിന്ന്. കുഞ്ഞിലെ മുതലേ റോഷിന് കുരിശ് വലിയ ഇഷ്ടമായിരുന്നു. എവിടെ കുഞ്ഞ് കുരിശ് കണ്ടാലും അവൻ കയ്യിലെടുത്ത് പിടിക്കുമായിരുന്നു. പഠിക്കുന്ന സമയത്തൊക്കെ അത് കൈ കാണുമായിരുന്നു. അതുപോലെ തന്നെ റോഷിൻ്റെ
വേർപാടിന് ശേഷം അവൻ്റെ കൂട്ടുകാരൻ 2 ഫോട്ടോസ് ഞങ്ങൾക്ക് അയച്ചു തന്നു. ഒരു ഫോട്ടോയിൽ റോഷ് കുരിശ് ചൂണ്ടിക്കാണിക്കുന്ന ഒരു ചിത്രമുണ്ട്. അത് നമ്മൾ കുരിശാണെന്ന് നമുക്ക് മനസ്സിലാകത്തില്ല. വളരെ സൂക്ഷിച്ച് നോക്കിയാലേ മറ്റൊരു മലയിൽ ഉയർന്നു നിൽക്കുന്ന ഒരു കുരിശായിട്ട് നമുക്ക് തോന്നും. റോഷിൻ്റെ കൂട്ടുകാരൻ പറയുമായിരുന്നു, അവന് നിർബന്ധം പിടിച്ച് ആ കുരിശ് തൊട്ടുകൊണ്ടുള്ളൊരു ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞിരുന്നു. ഒത്തിരി പ്രാവശ്യം പറഞ്ഞതിന് ശേഷമാണ് ഈ കൂട്ടുകാരനുമൊപ്പം അവൻ ആ മഞ്ഞുമലയിൽ സാഹസികമായിട്ട് കയറുകയും ആ കുരിശിൻ്റെ ചോട്ടിൽ പോയി കുരിശെ തൊട്ടുകൊണ്ട് ഫോട്ടോ എടുപ്പിക്കുകയും ചെയ്തു. ആ കുരിശിൻ്റെ മുകളിൽ എഴുതിയിരിക്കുന്നത് ക്രോസ് ഈസ് സാൽവേഷൻ എന്ന ജർമ്മൻ ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത്. ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു, കുരിശാണ് രക്ഷ, കുരിശിലാണ് രക്ഷ. റോഷൻ്റെ ഈ ചിത്രം ഞാൻ എടുത്തത് ഓസ്ട്രേലിയയിലെ സാൽസ്ബർഗ് എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചിട്ടാണ്. ഒരു 2013 ഈസ്റ്റർ സമയത്ത് ഞാനും റോഷും എൻ്റെ ബ്രദറും വേറെ 2 സുഹൃത്തുക്കളും കൂടി ഓസ്ട്രേലിയ സാൽസ്ബർഗിൽ പോയിരുന്നു. അവിടെ ഞങ്ങൾ മൊസാട്ടിൻ്റെ പാലസും അതിനുശേഷം ഞങ്ങളൊരു സ്കീ സ്ലോപ്പിലൊരു ബർഗ്ബാനും പോയിരുന്നു. സ്കീ സ്ലോപ്പിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അവിടെ വെച്ചിട്ടാണ് ഞാൻ ഈ ക്രോസിൻ്റെ വ്യൂ കണ്ടത്. റോഷന് ഭയങ്കര നിർബന്ധമായിരുന്നു ആ ക്രോസിൻ്റെ അവിടേക്ക് പോകണമെന്ന്. അത് കുറച്ച് ദൂരം ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് സച്ച് എ ലോങ് വാക്ക് ടു റീച്ച് ദർ. അപ്പോൾ അത് ആരും തയ്യാറായിരുന്നില്ല. അങ്ങനെ ഞാനും റോഷും എൻ്റെ മറ്റൊരു സുഹൃത്തും കൂടി അങ്ങോട്ട് നടന്ന് കുറച്ച് നടന്നതിന് ശേഷമാണ് ക്രോസിൻ്റെ അടുത്ത് എത്തിയത്. റോഷ് കുറച്ച് സമയം ക്രോസിൻ്റെ അടുത്ത് സ്പെൻഡ് ചെയ്തിരുന്നു. അങ്ങനെ അവിടെ വെച്ചാണ് ഞാൻ റോഷിൻ്റെ ഈ പിക്ചർ ഞാൻ ക്യാപ്ചർ ചെയ്ത്, റോഷ് ക്രോസായിട്ട് ഹഗ് ചെയ്ത് നിൽക്കുന്ന പിക്ചർ. അപ്പോൾ അതിനകത്തൊരു അത്ഭുതം എന്നെനിക്ക് തോന്നിയത്, ഞങ്ങൾ 3 പേര് പോയെങ്കിലും റോഷ് മാത്രമാണ് ആ ക്രോസിൻ്റെ അടുത്ത് നിന്ന് ആ പിക്ചർ എടുത്തത്. ഞങ്ങൾ ആരും ഒന്നും ആ പിക്ചർ അവിടത്തോളം നടന്നു പോയെങ്കിലും എടുത്തില്ല. അതൊരു ദൈവത്തിൻ്റെ ഒരു നിമിത്തമായിരിക്കും. റോഷിനെ പറ്റി നല്ല ഓർമ്മകളാണ് എപ്പോഴും. റോഷ് ഇപ്പോഴും മനസ്സിൽ കുറേ ഓർമ്മകൾ റോഷായിട്ട് പങ്കിട്ടത് ഇപ്പോഴും ഉണ്ട്. ദൈവത്തിൻ്റെ പല പദ്ധതികൾക്ക് മുൻപിലും മനുഷ്യന് നിസ്സഹായനായി നോക്കി നിൽക്കാനേ സാധിക്കുകയുള്ളൂ. അതുപോലൊരു പദ്ധതിയായിരുന്നു എൻ്റെ 2ാമത്തെ മകൻ്റെ വേർപാട്. പക്ഷേ ജെറമിയ 29:11 വചനം കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളെക്കുറിച്ചൊരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്, അത് നിങ്ങളുടെ നാശത്തിനുള്ളതല്ല, ക്ഷേമത്തിനുള്ളതത്രേ. ആ വചനം ഞാൻ ഏറ്റെടുത്തു. പിന്നീട് ഞാൻ ഈശോയുടെ പാദത്തിനരികിൽ മറിയെപ്പോലെ ഞാൻ ഇരുന്നു. ഞാൻ മാർത്തയെപ്പോലെ ആയിരുന്നു. ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോയെ, ഞാനിനി ഈശോയുടെ പാദത്തിനരികിൽ നിന്ന് മാറിപ്പോവുകയില്ല. അങ്ങനെ ഞാൻ ഒരുപാട് വചനം വായിക്കാൻ തുടങ്ങി. കർത്താവ് എന്നെ ഒരുപാട് വചനം പഠിപ്പിച്ചു. ആ വചനത്തിലൂടെ സഹനം എന്താണെന്ന് എനിക്ക് ഏറെക്കുറെ മനസ്സിലാകാൻ തുടങ്ങി. പിന്നീട് ഒരുപാട് അച്ഛന്മാരുടെ ടോക്കുകൾ ഞാൻ കേൾക്കാൻ തുടങ്ങി. തോമസ് പോൾ ബ്രദറിൻ്റെ, ഡാനിയൽ അച്ഛൻ്റെ, ഡൊമിനിക് അച്ഛൻ്റെ, നായിക്കമ്പറമ്പിൽ അച്ഛൻ്റെ, ബോബി ജോസ് അച്ഛൻ്റെ ഈ ടോക്കുകളെല്ലാം കേട്ടപ്പോൾ എനിക്കൊരുപാട് ബലം, ദൈവിക ശക്തി, ദൈവസ്നേഹം എന്നിലേക്ക് ഒഴുകാനായിട്ട് തുടങ്ങി. അതേപോലെ തന്നെ എനിക്ക് ഒരുപാട് പുസ്തകങ്ങൾ എൻ്റെ ഒരു ആത്മീയ സുഹൃത്ത് കൊണ്ട് തന്നു. അതിൽ പല പുസ്തകങ്ങളും വളരെ ശക്തമായിട്ട് എൻ്റെ ഹൃദയത്തിലേക്ക് അതിൻ്റെ പല വരികളും ആഞ്ഞടിച്ചു. അതായത് സാധകൻ്റെ സഞ്ചാരം മുതൽ ഞാൻ വായിച്ചു. സാധകൻ്റെ സഞ്ചാരം, ഫിലോകാലിയ, മറിയ വാൾത്തോർത്ത, പിന്നെ ഒരുപാട് വിശുദ്ധരുടെ ബുക്കുകൾ, ഇവയെല്ലാം വായിച്ചപ്പോൾ എനിക്കൊരുപാട് ശക്തി കിട്ടുന്നതായിട്ട് എനിക്ക് തോന്നി. ഞാനിങ്ങനെ
മുൻപോട്ട് പോയപ്പോൾ എനിക്ക് എൻ്റെ സഹനത്തിൻ്റെ ആ വേദനയുടെ നുകത്തിൻ്റെ ഭാരം കുറയുന്നതായിട്ട് എനിക്ക് മനസ്സിലായി. ഇതേ സമയം ഞാൻ ഓർത്തു, ഇതുപോലെയുള്ള ഒരുപാട് അമ്മമാർ, മാതാപിതാക്കൾ ഇതേ ദുഃഖം അനുഭവിക്കുന്ന മക്കളുടെ അകാല മരണം, അതിൽ ഒരുപാട് ദുഃഖം അനുഭവിക്കുന്ന മാതാപിതാക്കളെ ഞാൻ ഓർത്തു. അവരെല്ലാം എനിക്കൊന്ന് ചേർത്ത് പിടിക്കണമെന്ന് തോന്നി. ആ സമയത്ത് ഞാൻ പരിശുദ്ധ അമ്മയോട് ഒരുപാട് പ്രാർത്ഥിച്ചിരുന്നു. അമ്മേ മാതാവേ, അമ്മയുടെ ദുഃഖമാണല്ലോ എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഈ ദുഃഖം അനുഭവിക്കുന്ന ഒരുപാട് അമ്മമാരെ എനിക്ക് കാണിച്ചു തരണമേ. എനിക്ക് അവർക്കെല്ലാം ഒരുപാട് വചനങ്ങൾ പറഞ്ഞു കൊടുക്കണം. അങ്ങനെ ഇരുന്നപ്പോൾ പരിശുദ്ധ അമ്മ തന്നെ ഒരുപാട് അമ്മമാരെ എന്നിലേക്ക് കൊണ്ടുവരുന്നതായിട്ട് എനിക്ക് മനസ്സിലായി. ഓരോ അമ്മമാരെയും ഞാൻ ചേർത്ത് പിടിക്കാൻ തുടങ്ങി. അവരോട് ഞാൻ പറയും, നമ്മൾ പരിശുദ്ധ അമ്മയുടെ വേദനയാണ് അനുഭവിക്കുന്നത്. പരിശുദ്ധ അമ്മയുടെ കൈ പിടിക്കാനുള്ള യോഗ്യത നമുക്ക് കിട്ടി. നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. നമ്മുടെ സഹനം മഹത്വത്തിലേക്കുള്ളൊരു വഴിയാണ്. സഹനം എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലേക്കുള്ള ഏണിപ്പടികളാണ്. സഹനം ദൈവത്തിൻ്റെ സ്നേഹമാണ്. ഇതെല്ലാം ഈ അമ്മമാർ മനസ്സിലാക്കിയപ്പോഴത്തേക്ക് അവരുടെ ഉള്ളിലെല്ലാം ഭയങ്കര ആത്മീയ സന്തോഷം നിറയാൻ തുടങ്ങി. അങ്ങനെയാണ് ഞങ്ങൾക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങണമെന്ന് തോന്നിയത്. പരിശുദ്ധാത്മാവ് തന്നെ കൊണ്ടു തന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പ്, ബ്ലസ്ഡ് ഫാമിലി. പരിശുദ്ധാത്മാവ് തന്നെ കൊണ്ടു തന്ന പേരാണത്. അനുഗ്രഹിക്കപ്പെട്ട അമ്മമാരാണ് ഞങ്ങൾ. ഇതൊരു വാട്സപ്പ് ഗ്രൂപ്പായിട്ടാണ് ഫോം ചെയ്തിരിക്കുന്നത്. ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ ലോകം മുഴുവനും ഉള്ള പല രാജ്യങ്ങളിൽ നിന്നുള്ള ഒരുപാട് അമ്മമാർ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ഒരു ഫാമിലിയാണ്, ഒരു കുടുംബമാണ് ഞങ്ങൾ. ഈ കുടുംബത്തിലെ സ്വന്തം സഹോദരിമാരെ പോലെ ഞങ്ങൾ കഴിയുന്നു. ഞങ്ങളുടെ ദുഃഖം ഒരേ ദുഃഖമാണ്. എല്ലാവരും അനുഭവിക്കുന്ന ഒരേ ദുഃഖം, മക്കളുടെ അകാലത്തിലുള്ള വേർപാടിൻ്റെ ദുഃഖം. എന്നാൽ ഈ ദുഃഖത്തിൽ ഞങ്ങൾ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ദൈവസ്തുതികൾ മാത്രമേ ഉള്ളൂ ഈ ഗ്രൂപ്പിൽ. വിഷമം വരുമ്പോൾ ആ വിഷമങ്ങളെല്ലാം ഈ ഗ്രൂപ്പിൽ ഞങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ അതിനുള്ള മറുപടിയായിട്ട് വചനത്തിലൂടെ ഞങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കും. അങ്ങനെ ഒരുപാട് ആശ്വാസം ലഭിക്കുന്നു ഈ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ. ഇപ്പോൾ ഈ ബ്ലസ്ഡ് ഫാമിലിയിലെ അമ്മമാരെല്ലാം പ്രാർത്ഥനയിലാണ് കൂടുതൽ ശക്തിപ്പെട്ടു വരുന്നത്. ഞങ്ങൾ ഒരുപാട് മധ്യസ്ഥ പ്രാർത്ഥനകൾ ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ നടത്താറുണ്ട്. ലോകം മുഴുവനും ഉള്ള അമ്മമാരുള്ളതുകൊണ്ട് രാത്രിയും പകലും ഈ ഗ്രൂപ്പിൽ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നു. അഖണ്ഡ ജപമാല, കരുണക്കുന്ത, ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ, ലോകം മുഴുവനും വേണ്ടിയുള്ള വിവിധ തരത്തിലുള്ള പ്രാർത്ഥനകൾ, പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ, രോഗികൾക്ക്, ദുരിതം അനുഭവിക്കുന്നവർക്ക്, അറിയാൻ പാടില്ലാത്ത എല്ലാവർക്കും വേണ്ടി ഞങ്ങളിങ്ങനെ സ്ഥിരമായിട്ട് പ്രാർത്ഥനകൾ ചൊല്ലുന്നു, വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു, വചനം പഠിക്കുന്നു. ഇപ്പം ഒരുപാട് ആത്മീയ സന്തോഷം ഈ ദുഃഖം അനുഭവിക്കുന്ന അമ്മമാർക്ക് കിട്ടുന്നുണ്ട് ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ ബ്ലസ്ഡ് ഫാമിലിയിലൂടെ. ബ്ലസ്ഡ് ഫാമിലി രൂപീകൃതമായിട്ടിപ്പോൾ 3.5 വർഷമായി. 3 വർഷമായിട്ട് ബഹുമാനപ്പെട്ട ഡാനിയലച്ചനാണ് ഈ ബ്ലസ്ഡ് ഫാമിലിയുടെ ആത്മീയ പിതാവ്. അച്ഛൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ വർഷത്തിലൊരിക്കൽ ഒരു ഗെറ്റ് ടുഗദർ കൂടാറുണ്ട്. ഈ പ്രാവശ്യത്തെ ഗെറ്റ് ടുഗദർ ഡാനിയലച്ചൻ്റെ ധ്യാന കേന്ദ്രത്തിൽ വെച്ച് തന്നെയായിരുന്നു. ആ ഒരു കൂടിക്കാഴ്ചയിൽ പരസ്പരം കണ്ടിട്ടില്ലാത്ത പുതിയതായിട്ട് ചേരുന്ന അമ്മമാരൊക്കെ വരുന്ന ഒരു വേദിയാണ്. വളരെയധികം സന്തോഷം ഞങ്ങൾക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. ഞങ്ങൾ പരസ്പരം കണ്ടിട്ടില്ലെങ്കിലും മനസ്സുകൊണ്ട് ഞങ്ങൾ ഒന്നായവരാണ്. ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. ആ ഗെറ്റ് ടുഗദറിൽ ഒരുപാട് ഷെയറിങ് അച്ഛൻ നടത്താറുണ്ട്. ആ ഷെയറിങ്ങിലൂടെയൊക്കെ ഒരുപാട് ആശ്വാസം ഈ അമ്മമാർക്കെല്ലാം ലഭിക്കുന്നുണ്ട്. നല്ല പ്രായത്തിൽ തങ്ങളുടെ മക്കളെ നഷ്ടപ്പെട്ട മാതാപിതാക്കന്മാർ മക്കളെ കണ്ട് കൊതിതീരും മുമ്പേ ജീവൻ്റെ മറുതീരങ്ങളിലേക്ക് മക്കളെ ദൈവം കൂട്ടിക്കൊണ്ടുപോകുന്നത്
നിസ്സഹായതയോടെ കണ്ടുനിന്ന അമ്മമാർ. തകർക്കപ്പെട്ട നിരാശയിൽ ആണ്ടുപോയ കുടുംബങ്ങൾ എന്നല്ല അവർ തങ്ങളെ വിളിക്കാൻ ഇഷ്ടപ്പെട്ടത്. ദൈവാത്മാവിൻ്റെ കൃപയും അഭിഷേകവും അവരുടെ മേൽ നിറഞ്ഞപ്പോൾ, പ്രാർത്ഥനയിലും സ്നേഹത്തിലും അവർ ഒരുമിച്ച് വന്നപ്പോൾ അവർ തങ്ങളുടെ കുടുംബങ്ങളെ ഭാഗ്യപ്പെട്ട കുടുംബങ്ങൾ എന്ന് വിളിച്ചു. അവർ തങ്ങളുടെ കുടുംബങ്ങളെ ബ്ലസ്ഡ് ഫാമിലി എന്ന് വിളിച്ചു. അനുഗ്രഹിക്കപ്പെട്ട, വാഴ്ത്തപ്പെട്ട, ഭാഗ്യപ്പെട്ട കുടുംബങ്ങൾ. മക്കൾ മരിച്ചുപോയെന്നല്ല, മക്കൾ മടങ്ങിപ്പോയെന്നാണ്, മക്കൾ തിരിച്ചുപോയെന്നാണ് അവർ വിശ്വസിക്കുന്നതും അവർ മറ്റുള്ളവരോട് പങ്കുവെക്കുന്നതും. ബ്ലസ്ഡ് ഫാമിലി, മക്കളെ നഷ്ടപ്പെട്ട മാതാപിതാക്കന്മാരുടെ, അമ്മമാരുടെ പ്രാർത്ഥനാ കൂട്ടായ്മ. അനുഗ്രഹിക്കപ്പെട്ട, ഭാഗ്യപ്പെട്ട, കനിവാർന്ന, ദൈവകരുണയെ പുതിയപ്പെട്ട അമ്മമാരുടെ കൂട്ടായ്മ, ഭാഗ്യപ്പെട്ട കുടുംബങ്ങൾ. ചേച്ചി, എനിക്ക് 2 ദിവസമായിട്ടൊരു മനസ്സിനൊരു സുഖവും ഇല്ല. രാവിലെ ഞായറാഴ്ച അവൻ്റെ കല്ലറയുടെ അടുത്ത് പോയിട്ട് കുർബാനയ്ക്ക് പോകും. എല്ലാ ദിവസവും അങ്ങനെ തന്നെയാണ്. പക്ഷെ എനിക്ക് പള്ളിയിൽ ചെല്ലുമ്പോൾ കല്ലറയുടെ അടുത്ത് പോയിട്ട് പോകുന്നതുകൊണ്ടാണോ കുർബാന തുടങ്ങുമ്പോൾ മുതൽ കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണുനീരിങ്ങനെ വന്നുകൊണ്ടിരിക്കും. കുർബാന തീരുന്ന വരെ കരഞ്ഞുകൊണ്ടിരിക്കും. ഞായറാഴ്ച അതങ്ങ് വലിയ കുർബാന ആയതുകൊണ്ട് അത് ഒത്തിരി നേരം അങ്ങ് കരയും. കുർബാന തീരുന്ന വരെ കരഞ്ഞു. വൈകിട്ടത്തെ പ്രാർത്ഥനയ്ക്കൊക്കെ എനിക്കങ്ങ് കരച്ചില്ലായിരുന്നു. ഞായറാഴ്ച, തിങ്കളാഴ്ച രാവിലെ ഞാനിങ്ങനെ സ്കൂളിൽ വന്നപ്പം, സ്കൂളിൽ വരുമ്പോൾ 9 മണിക്ക് ഞാൻ വരും. ഞാൻ ആദ്യം വരുന്നത്. എന്നിട്ട് 9:30 വരുമ്പോഴത്തേനും അവരൊക്കെ വരുമ്പോഴത്തേനും ഞാൻ ഈ ബൈബിൾ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കും 9:30 വരെ. ഇന്നലെ വന്നപ്പോൾ എനിക്കങ്ങ് ഈശോയുടെ എന്താണെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് ബൈബിൾ വായിക്കാനും തോന്നുന്നില്ല. മനസ്സിലൊരു സുഖമില്ല. ഇവിടെ തൊട്ട് വന്ന് ഈശോയുടെ മുന്നേ ഇരുന്നു, സ്കൂളിലത്തെ ഫോട്ടോയുടെ മുന്നേ വന്നിട്ട് ഞാൻ ഒത്തിരി നേരം അങ്ങ് കരഞ്ഞു. കുഞ്ഞെ, ഞാൻ കുഞ്ഞിൻ്റെ മെസ്സേജ് കേട്ടു കേട്ടോ. ഒരുപാട് വിഷമിക്കൊന്നും വേണ്ട. അതിനല്ലേ കർത്താവ് നമുക്ക് വചനം തന്നിരിക്കുന്നത്. ഞാനൊരു വചനഭാഗം വായിക്കാം. അത് കേൾക്കുമ്പോൾ ഒത്തിരി സമാധാനം കിട്ടും. ജ്ഞാനത്തിൻ്റെ പുസ്തകം 4-ാം അധ്യായം 7 മുതലുള്ള വചനങ്ങൾ. അതിൽ സബ് ഹെഡിങ് കൊടുത്തിരിക്കുന്നത് തന്നെ അകാല മരണം എന്നാണ്. അതൊന്ന് കേട്ട് ധ്യാനിക്കണം കേട്ടോ. നീതിമാൻ പ്രായമെത്താതെ മരിച്ചാലും വിശ്രാന്തി ആസ്വദിക്കും. പിന്നെ 10-ാമത്തെ വചനം. ദൈവത്തെ പ്രീതിപ്പെടുത്തിയ ഒരുവനുണ്ടായിരുന്നു. അവനെ അവിടുന്ന് സ്നേഹിച്ചു. പാപികളുടെ ഇടയിൽ വസിക്കുമ്പോൾ അവൻ സംവഹിക്കപ്പെട്ടു. തിന്മ അവൻ്റെ വിവേകത്തെ മാറ്റിമറിക്കാതെ, വഞ്ചന മനസ്സിനെ പ്രലോഭിപ്പിക്കാതെ അവൻ സംവഹിക്കപ്പെട്ടു. തിന്മയുടെ വശീകരണ ശക്തിയിൽ നന്മയ്ക്ക് മങ്ങലേൽക്കുന്നു. ഭ്രമിപ്പിക്കുന്ന മോഹങ്ങൾ നിഷ്കളങ്ക ഹൃദയത്തെ വഴിതെറ്റിക്കുന്നു. ഹ്രസ്വകാലം കൊണ്ട് പൂർണ്ണത കൈവരിച്ചതിനാൽ നീതിമാൻ ദീർഘകാലം പിന്നിട്ടു. കർത്താവിന് പ്രീതികരനാകയാൽ തിന്മയുടെ മധ്യത്തിൽ നിന്ന് കർത്താവ് അവനെ വേഗം രക്ഷിച്ചുകൊണ്ടുപോയി. ഈ വചനഭാഗം ഒന്ന് മനസ്സിരുത്തി വായിച്ചിട്ട് ധ്യാനിക്കണം. കർത്താവിന് പ്രീതികരനായതുകൊണ്ടാണ് കർത്താവ് തിന്മയുടെ മധ്യത്തിൽ നിന്ന് മോനെ പെട്ടെന്ന് വേഗം രക്ഷിച്ചുകൊണ്ട് പോവുകയായിരുന്നു. ഇനി ഒരു കാര്യം കൂടി. ഈ മരിച്ച നീതിമാന്മാരൊക്കെ, അകാല മരണം പ്രാപിച്ചവരൊക്കെ സ്വർഗത്തിലിരുന്ന് എന്താ ചെയ്യുന്നത്? അവർക്കൊരു ജോലി കർത്താവ് കൊടുത്തിട്ടുണ്ട്. 16-ാമത്തെ വചനം പറയുന്നു, മരിച്ച നീതിമാൻ ജീവിച്ചിരിക്കുന്ന അധർമ്മികളെ വിധിക്കും. വേഗം പൂർണ്ണത നേടിയ യുവാവ് നീണ്ട വാർദ്ധക്യം ബാധിച്ച അധർമ്മികളെയും. ഇത് വായിക്കുമ്പോൾ ഒരുപാട് സമാധാനം കിട്ടും. അകാല മരണത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് വിഷമിക്കാതെ ഇത് വായിച്ച് ഒരുപാട് ആത്മീയ സന്തോഷം അനുഭവിക്കണം കേട്ടോ. മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുമ്പോഴും എൻ്റെ അമ്മയുടെ നെടുവീർപ്പ് ഞാൻ അറിയുന്നുണ്ടായിരുന്നു. എൻ്റെ ഈശോ അമ്മയ്ക്ക് ഇനിയും ശക്തി പകരും.
ഞങ്ങളുടെ കുടുംബം വളരെ ആത്മീയ സന്തോഷത്തിലാണിപ്പോൾ. ഈശോ ഞങ്ങളുടെ കുടുംബത്തെ തൊട്ടു. റോഷ് ഇന്ന് സ്വർഗത്തിലാണ് ഈശോയുടെ കൂടെ. അനുഗ്രഹിക്കപ്പെട്ട കുടുംബമാണ് ഞങ്ങളുടേത്. നിത്യജീവനെ മാത്രം നോക്കി ജീവിക്കുന്ന ഒരു ജീവിതമാണ് ഇനി ഞങ്ങളുടെ മുൻപിലുള്ളത്. എൻ്റെ യാത്രയ്ക്കുള്ള സമയമായി. ഞാൻ പോകട്ടെ എൻ്റെ ഈശോയുടെ അടുത്തേക്ക്. എൻ്റെ ഈശോയോട് ഞാൻ പ്രാർത്ഥിക്കാം. ബൈ.